1 2 3 4 4 കഴിച്ചു ബാക്കി 2. ചേട്ടാ ചേട്ടനല്ല നേരത്തെ എന്താന്ന് നേരത്തെ ലീവ് ലീവാ? അതെ എന്നാ ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടന് ഉറക്കത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്കാ? ആ ഇല്ല. ഇല്ല. നാത്തൂന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇതെന്തിനാ? ഇതെവിടെ കിട്ടിയത്? ഇതാ ചേട്ടന്റെ റൂം തൂത്തുവാരിയപ്പോ അമ്മയ്ക്ക് കിട്ടിയത്. ക്ലിനിക്കിൽ നിന്നുള്ള ക്ലിനിക്കിൽ നിന്നോ? ഓ, ക്ലിനിക്കിലെ മൃഗ എന്താടാ മനുഷ്യന്മാര് കഴിക്കുന്ന മരുന്നാണോ ക്ലിനിക്കിൽ മൃഗങ്ങൾക്ക് ഉറക്കാനായിട്ട് നിങ്ങൾ കൊടുക്കുന്നേ? മനുഷ്യർ കഴിക്കുന്ന ഗുളിക ചിലപ്പോൾ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ടി വരും, മൃഗങ്ങൾക്ക് കഴിക്കുന്ന ഗുളിക ചിലപ്പോൾ മനുഷ്യന് കഴിക്കേണ്ടി വരും. രണ്ടുപേർക്കും ഗുണം ചെയ്യും. ഉറക്കമല്ലേ പ്രധാനം. എന്റെ യോഗ എന്തായാലും പ്രവർത്തിച്ചെന്ന് തോന്നി. എനിക്ക് ഉറക്കാൻ വരുന്നു. എന്തായാലും മൃഗങ്ങൾക്കുള്ളതല്ലേ ഇത്. ചായ എടുക്കണം. നീ അവിടെ നിന്നേ. ഇതെന്താ ഇത്? ഇത് ഗുളിക. എടാ ഈ ഗുളിക നീ എന്തിനാ കഴിക്കുന്നതെന്നാ ഞാൻ ചോദിച്ചത്. ഞാൻ കഴിക്കുന്നതല്ല, ഇത് ക്ലിനിക്കിലെ പശുവിന് കൊടുക്കാനുള്ളത്, ഉറങ്ങാൻ വേണ്ടി. എടാ ഞാൻ വെറും മണ്ടിയാന്ന് വിചാരിക്കരുത്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ഇത് മനുഷ്യരെ ഉറങ്ങാൻ വേണ്ടി കഴിക്കുന്ന ഗുളികയാ. ഓ, എനിക്ക് കഴിക്കാനുള്ള. നീ എന്തിനാണ് ഈ ഉറക്ക ഗുളിക കഴിക്കുന്നേ? നിനക്ക് എന്താ കുഴപ്പം? ഇൻസോംനിയോ? എന്നിട്ട് നീ എന്താ ഞങ്ങളോടൊന്നും ഇതുവരെ പറയാഞ്ഞേ? അടുത്ത് പറയാൻ ആർക്കും എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലല്ലോ. നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആർക്കും നിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലെന്നൊക്കെ. എന്നിട്ട് ആശയ്ക്കറിയോ ഇതിനെ പറ്റി? ആർക്കും അറിയില്ല. ദൈവമേ, ഈ ചെറുക്കൻ. എന്നിട്ട് നീ വല്ല ഡോക്ടറെ കണ്ടിട്ടാണോ ഈ ഗുളികയൊക്കെ കഴിക്കുന്നേ? ഡോക്ടർ പറഞ്ഞ് ഗുളിക കഴിച്ചോളാം, ഇല്ലെങ്കിൽ താരാട്ട് പാട്ട് കേൾക്കാൻ പറഞ്ഞു. എന്നാ പിന്നെ നിനക്ക് ആശയോട് പറയാൻ മേലേ ഒരു താരാട്ട് പാടി തരാൻ? അതിന് വേണ്ടി ഇത്രയും മരുന്നെല്ലാം വലിച്ചു കേട്ടേണ്ട വല്ല കാര്യമുണ്ടോ? താരാട്ട് പാടാൻ വേണ്ടിട്ട് അവൾ ഇവിടെ ഇല്ലല്ലോ. ഇനി അവളെ കിണുങ്ങണ ശബ്ദത്തിൽ പാട്ടും കൂടെ കേട്ടിട്ട് വേണം. എന്നാ പിന്നെ നിനക്ക് എന്നോടൊന്ന് പറയാൻ മേലേ? ഇനി അമ്മ രാത്രി ഉറക്കം എണീറ്റിരുന്ന് പാട്ട് പാടിയിട്ട് ഞാൻ രാവിലെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അല്ലേ? അതിനിപ്പോ എന്നാടാ? അതിനിപ്പോ എന്നാ അമ്മ ചായ എടുക്കണോ? ചായയോ? ഉറക്കമില്ലാത്ത നിനക്ക് ഇനിയും ചായയും കാപ്പിയും ഒന്നും എന്റെ മോൻ കുടിക്കണ്ട. പിന്നെ ഞാൻ തോന്നുന്നു കുടിക്കും. നല്ല ചൂട് പാല് കുടിച്ചാൽ മതി, അതാ ഉറക്കത്തിന് നല്ലത്. ചുമ്മാ ഇരിക്കണം ചായ. എടാ ഞാൻ പറയുന്നേക്കെ, ഞാൻ പറയട്ടെ. ചായ നിന്നേ, അതിനൊക്കെ എന്റെ കൈ മരുന്നുണ്ട്, ഇതൊന്നും കഴിക്കണ്ട. സദ്യ ഉള്ളായിരുന്നല്ലേ? എന്റെ അടുത്ത് പറയാത്ത കാര്യം എന്താ അമ്മ ശമ്പുച്ചേന്റെ അടുത്ത് പറഞ്ഞത്? വാ കൊണ്ട് പറഞ്ഞു. തമാശയാണ്, ഞാൻ കുറച്ച് ചിരിച്ചോട്ടോ. നീ ചിരിക്കണ്ട. എടാ നിനക്ക് ഭയങ്കര അഹങ്കാരമാണ്. പോരാത്തതിന് നിനക്ക് മെന്റൽ ഏജും ഇല്ല. മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ നിന്നെക്കാട്ടി പ്രായം എനിക്ക് കൂടുതലല്ലേ? അപ്പൊ നിന്നെക്കാട്ടി തലച്ചോറ് എനിക്കായിരിക്കും കൂടുതൽ. അല്ല, ശമ്പുച്ചേനെക്കാട്ടിലും ബുദ്ധി എനിക്ക്. പിന്നെ നിനക്ക് ഒരേ ബുദ്ധിയില്ല. നീ മണ്ടനാണ് മണ്ടൻ. ശമ്പുച്ചേനാ മണ്ടൻ. പോടാ, നീയാണ് മരമണ്ടൻ. മരമണ്ടൻ. നിങ്ങൾ നേരത്തെ പോരുന്നത് 3 കൂട്ടം പൈസ ഉണ്ടായിരുന്നു. വയറ് പറഞ്ഞു നമ്മളെ. ആദ്യം കഴിച്ച സെമി പൈസ കൊണ്ടായിരുന്നു. സൂപ്പറല്ലായിരുന്നു. നിന്റെ മെന്റൽ ഏജിനുള്ള ആള് വന്നതാ. അതെന്താ മെന്റൽ ഏജ്? ഞാൻ കളിയാക്കിയില്ല, ഞാൻ കളിയാക്കൂ. നീ കളിയാക്കും നിന്റെ അങ്ങനത്തെ സ്വഭാവം. ചിരിപ്പം പോലെ ചിരപ്പേരി. അച്ഛന് എന്താണ് സംഭവം എന്ന് അറിയാമോ? എന്ത് സംഭവം? ഇൻസോമിനിയ. സോംബിയോ? സോംബി അല്ല, ഇൻസോമിനിയ. അതെന്ത് സോമിനിയ എന്ന് വെച്ചാ ഇത് മറ്റേ ഉറക്കം കിട്ടാത്ത സംഭവം. നിന്റെ താരം പറഞ്ഞു? അച്ഛമ്മ. അമ്മച്ചി പറഞ്ഞോ? ഓ, അച്ഛമ്മ പറഞ്ഞു. ചേട്ടാ അത്തുണ്ടോ? ഓ, അത്തുണ്ട്. ചേട്ടാ ഇൻസോമിനിയ അല്ല, ഇൻസോമിനിയ എന്ന് വെച്ചാ മറ്റേ ഉറക്കം കിട്ടാത്ത അസുഖം. ഓ, നീ ഇൻസോമിനിയ എന്നൊന്നും കൂടെ പറ. 10 തവണ പറഞ്ഞാണ്. നേരെ ആദ്യമേ പടി, എന്നിട്ട് സംസാരിക്കാൻ പാടില്ല. പിന്നെ നിനക്ക് ബുദ്ധിയില്ല. ഓ ചേട്ടൻ എന്നാലും എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു. നീ ഉറങ്ങാൻ പോയതല്ലേ, ഉറങ്ങിക്കൂടെ? പോയി കാണുമ്പോ ചേട്ടന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ചേട്ടൻ എന്നാലും എന്താ എന്നോട് പറയാതിരുന്നത്? മോനെ നല്ല ചൂട് പാലാ, നീ കുടിച്ചേ. മാറ്, ഇത് ഇവന് കൊണ്ടുവന്നാ ഞാൻ. എടാ നിനക്ക് വിറ്റമിൻസിന്റെ ഒക്കെ കുറവുണ്ട്, അതുകൊണ്ടാണ് ഈ ഉറക്കമൊന്നും വരാതിരിക്കുന്നത്. അമ്മ അതൊന്നും അല്ല, എനിക്കിത് ഓരോന്നും ആലോചിച്ചോണ്ടിരുന്നിട്ട് ടെൻഷൻ, അങ്ങനെ ഡിപ്രഷൻ, അങ്ങനെ അതാണ്. വിറ്റാമിന്റെ കുറവൊന്നും അല്ല. എന്റെ പൊന്നുത്തമ്മ, നീ ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നിന്റെ എല്ലാ ഈ ഉറക്കക്കുറവെല്ലാം അങ്ങ് മാറിക്കോളും. ഒന്ന് കഴിക്കേ. വേണ്ടമ്മ, ഞാൻ ഗർഭിണി ആയിരുന്നപ്പോ പോലും അമ്മ എനിക്ക് ഇങ്ങനെ ഒന്നും തന്നിട്ടില്ല. ഇങ്ങനെയാണ് എന്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യും, ഒന്നുകൂടെ അങ്ങ് ഗർഭിണിയാകും. അപ്പൊ ഇതല്ല ഇതിനപ്പുറം നിനക്ക് ഞാൻ തരാം. ശരിക്കും? അല്ല വേണ്ട, ഒരെണ്ണത്തിനെ കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല.
ഞാൻ ഒരെണ്ണം എടുത്തെന്ന് പറഞ്ഞെന്താ? ഇവൻ ആദ്യം ഒന്ന് കഴിക്കട്ടെ. എന്നാ കഴിക്കേട്ടാ. ആ കഴിക്കടാ. നീ എന്തിനാ അവക്ക് കൊടുക്കുന്നേ? എനിക്കൊന്നും വേണ്ട. എടാ നീ ഇതൊക്കെ ഒന്ന് കഴിച്ചേച്ച് ഒന്നും പാലൊക്കെ ഒന്ന് കുടിക്കുക. അപ്പത്തേക്കും തന്നെ പകുതി നിന്റെ ഉറക്കക്കുറവ് അങ്ങ് മാറിക്കോളും. ഞാൻ പിന്നീട് കഴിച്ചോളാം. എടാ അത് കഴിഞ്ഞിട്ട് നിന്റെ മുടിയൊക്കെ ഒന്ന് പോയി ഒന്ന് വെട്ട്. മുടിയൊന്നും ഇപ്പൊ വെട്ടാൻ പറ്റില്ല, ഒരു കാര്യം ഉണ്ടമ്മ, അത് കഴിഞ്ഞിട്ട് വെട്ടാൻ പറ്റും. എടാ വന്നു കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് നല്ല ഹെഡ് മസാജ് തരാം. തലയൊക്കെ ഒന്ന് തണുക്കുമ്പോ തന്നെ ഇതെല്ലാം അങ്ങ് മാറിക്കോളും. സോമനാംബുലിസ് എങ്ങനെയുണ്ട്? സോമനാമോത്സ അല്ലടാ, ഇൻസോമാനിയ. ഇൻസോമാനിയ എങ്ങനെയുണ്ട് ചേട്ടാ? കുറവുണ്ടാ? ഇതെന്തോ പഴം പാലും ഇതൊക്കെ എന്തോമാ? ഇവന്റെ ഉറക്കക്കുറവ് മാറാൻ വേണ്ടി കുറച്ച് പിസ്തയും ചൂട് പാലും ഒക്കെയാടാ. ആന്നോ? അമ്മ ഞാനും വർഷങ്ങളായി അമ്മച്ചി ഉറങ്ങിയിട്ട് എനിക്കും വേണമോ ബദാമും പഴം പാലും ഒക്കെ. എടാ അത് ബദാമല്ല, പിസ്ത. ആ പിസ്തക്ക് പിസ്ത പിസ്ത സുമാക്കേരി സോമാരി ജമാക്കിരാത്ത പിസ്ത സുമാക്കേരി സോമാരി ജമാക്കിരായ. എന്തുവാടാ പിസ്ത കീറി തരാൻ. എന്റെ പൊന്നി ഇറക്കൻ ഇപ്പൊ തൽക്കാലം കീറി അങ്ങനെ കഴിക്കണ്ട. ഇവന്റെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ ആദ്യം. കഴിക്കടാ. കഴിക്കേട്ടാ. എടാ, പാല് കുടിക്കടാ. വേണ്ടെന്ന് പറഞ്ഞപ്പോ എന്ത് വേണ്ടാന്ന്? നീ കുറച്ച് കുടിക്കടാ. വേണ്ട. അവന് വിഷമായെന്നാ തോന്നുന്നത്.